ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗം ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയി ചേരും. ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും യോഗത്തിൽ പങ്കെടുക്കും. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ അല്ലെങ്കിൽ ടീമുകളുടെ ലിസ്റ്റ് സമർപ്പിക്കേണ്ട അവസാന ദിവസം മെയ് 1-നാണ്. അതിനു മുമ്പ് ആയി ഇന്ത്യൻ ടീമിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നിർണായക യോഗമാണ് ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ചേരുക. ഡൽഹി മുംബൈ മത്സരം നടക്കുന്നത് ശനിയാഴ്ച 3:30-ക്കാണ്. അതിനുശേഷമായിരിക്കും ഈ യോഗം നടക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം. മുംബൈ ഇന്ത്യൻസ് താരമായ രോഹിത് ശർമ്മ ഇന്ത്യൻ നായകനാണ്. ഇന്ത്യൻ നായകൻ കൂടി ചേർന്നായിരിക്കും ഈ യോഗം നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യൻ BCCIയുടെ മുഖ്യ സെലക്ടറായ അജിത് അഗാർകർ ഇപ്പോൾ വിദേശ പര്യടനത്തിലാണ്. സ്പെയിനിൽ അവധിക്കാലം ആഘോഷിക്കുന്നതിന് അദ്ദേഹം പോയിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹവും 26-ഓടുകൂടി തിരിച്ചെത്തും. അതിനുശേഷം 27 തന്നെ യോഗം നടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മലയാളികൾ ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുമോ എന്ന് അറിയാനായിരിക്കുകയാണ്. IPL-ൽ ഉഗ്രൻ പ്രകടനമാണ് സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. 3 അർദ്ധ സെഞ്ചുറി അടക്കം ടോപ്പ് റൺ ഗട്ടേഴ്സിൽ അദ്ദേഹം മുന്നിൽ തന്നെയുണ്ട്. അതുകൊണ്ട് സഞ്ജു ഇന്ത്യൻ ടീമിൽ വരുമോ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഋഷഭ് പന്തിൻ്റെ കാര്യത്തിലാണ്. ഋഷഭ് പന്ത് ഇന്നലത്തെ അടക്കം മത്സരത്തിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചതോടുകൂടി അദ്ദേഹത്തിന് ഏറെക്കുറെ ടീമിൽ സ്ഥാനം ഉറപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ സഞ്ജുവും ഋഷഭ് പന്തുമായിരിക്കും ഇന്ത്യൻ ടീമിലുണ്ടാവുക. ഓപ്പണിംഗ് സ്പോട്ടിലേക്ക് ആരെ എന്ന കാര്യത്തിലൊക്കെ തന്നെയായിരിക്കും ഇനി കൂടുതൽ ഡിസ്കഷൻ നടക്കുക. എന്തായാലും നിർണായകമായ ഒരു യോഗമായിരിക്കും 27 അല്ലെങ്കിൽ 28-നായി നടക്കുക. അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ തയ്യാറായി കഴിഞ്ഞു എന്നാണ് അറിയാനുള്ളത്. 2007-ന് ശേഷം പ്രഥമ ലോകകപ്പിന് ശേഷം ഇന്ത്യക്ക് കിരീടം നേടാനായിട്ടില്ല. പക്ഷേ ഇത്തവണ ഇന്ത്യ വലിയ പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ അവസാനത്തെ 2020 ലോകകപ്പായിരിക്കും അവരുടേത്. അതുകൊണ്ട് ഇത്തവണ കിരീടത്തോടുകൂടി മടങ്ങാനായിരിക്കും ആഗ്രഹിക്കുന്നത്. സീനിയർ താരങ്ങൾക്കൊപ്പം രോഹിത്തും വിരാടും അടക്കമുള്ള സീനിയർ താരങ്ങളുടെ അനുഭവ പരിചയത്തിനൊപ്പം യുവതാരങ്ങൾ ഋഷഭ് പന്തും സഞ്ജു അടക്കമുള്ള യുവതാരങ്ങളുടെ ആ ഫയറും കൂടി ചേരുമ്പോൾ ഇത്തവണ ഇന്ത്യ കിരീടം നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വേണം. ശരി, അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.